നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള സവർണ അധ്യാപകർ അഥവാ നമ്പ്യാരായിട്ടുള്ള സംഗീത എന്ന അധ്യാപികയും റാം എന്ന അധ്യാപകനെയും രക്ഷിക്കാൻ കേരളത്തിലെ പോലീസിലെ സംഘി നെറ്റ്വർക്ക് ഉണർന്നിരിക്കുന്നു. സ്വാഭാവികം. അത് നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ അദൃശ്യമായിട്ടുള്ള കണ്ണിയാണല്ലോ. ഏതെങ്കിലും ഒരു മേഖലയിൽ സവർണനായിട്ടുള്ള, അതായത് നായരോ മേനോനോ നമ്പ്യാരോ നമ്പൂതിരിയോ ആരുമായിക്കോട്ടെ, അവർ ആരോപണ വിധേയരാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പൊടുന്നനെ സ്വിച്ചിട്ടതുപോലെ ഓരോരോ നെറ്റ്വർക്കുകൾ തനിയെ ഓണാകും. അങ്ങനെ ഈ സംഗീത നമ്പ്യാരും റാമും എന്ന അടിമുടി ജാതി അധിക്ഷേപം നടത്തുന്ന അധ്യാപകർ, അവരെ രക്ഷിക്കാൻ വേണ്ടി പോലീസിന്റെ ഒരു ലോൺ ആപ്പ് കഥ പുറത്തേക്ക് വരികയാണ്. ലോൺ ആപ്പ് ഉപയോഗിച്ചതിന് അധ്യാപികയെ വിളിച്ചു. അധ്യാപികയെ വിളിച്ചാൽ ഉടനടി ആത്മഹത്യ ചെയ്യുമോ? അതായത് ലോൺ ആപ്പ് വഴി പണമെടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ യുവജനങ്ങൾക്കിടയിലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് കുറെ പെർമിഷൻസ് ആവശ്യപ്പെടും. അതായത് നമ്മുടെ ഗാലറിയിലേക്ക് പെർമിഷൻ ചോദിക്കും, കോണ്ടാക്ട്സിലേക്ക് പെർമിഷൻ ചോദിക്കും. സ്വാഭാവികമായിട്ടും ലോൺ ഇൻസ്റ്റാൾമെന്റുകൾ പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പെർമിഷൻ, നമ്മൾ അനുവദിച്ചു കൊടുത്ത പെർമിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ആരായിട്ടാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് അവരിലേക്ക് ബന്ധപ്പെടും. കോണ്ടാക്ട്സ് ഉപയോഗിച്ച് ആരെ വിളിച്ചിട്ടുണ്ട് അവരെ ബന്ധപ്പെടും. ആ നിലയ്ക്ക് നിതിൻ രാജിന്റെ ഫോണിൽ ലോണുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ മുടങ്ങിയപ്പോൾ അധ്യാപികയെ വിളിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ട് അധ്യാപികയുടെ പേരിൽ വ്യാജമായി എടുത്തിട്ടുണ്ടാവുകയല്ലോ. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ വെച്ചിട്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അടയ്ക്കേണ്ട പേയ്മെന്റ് EMI ചെല്ലാത്ത സാഹചര്യം വന്നപ്പോൾ അവർ ലാസ്റ്റ് വിളിച്ചിട്ടുള്ള അധ്യാപികയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം. അത് ഈ നാട്ടിലെ ഏറ്റവും അപരാധമായിട്ടുള്ള കാര്യമാണോ? നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അധ്യാപികയുടെ പേരിൽ വ്യാജമായിട്ട് ലോൺ സംഘടിപ്പിച്ചു എന്നാണോ? വിവരക്കേട് എഴുന്നള്ളിക്കല്ലേ പോലീസ് ഏമാന്മാരെ എന്നേ പറയാനുള്ളൂ. കാര്യം ലോൺ ആപ്പ് ഉപയോഗിച്ചവരുടെ പലരുടെയും ദുരനുഭവങ്ങൾ ഈ നാട്ടിൽ പല സന്ദർഭത്തിൽ വാർത്തയായി വന്നിട്ടുണ്ട്. ചിലരുടെ വാട്സപ്പുകളിലേക്ക് അശ്ലീല മെസ്സേജ് വരെ, ആരാണോ പേയ്മെന്റ് എടുത്ത് അടയ്ക്കാത്തത് അവരുടെ പേരിൽ വ്യാജമായി ചിത്രങ്ങൾ ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നത് വരെ ഉണ്ട്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിൽ. പക്ഷേ അധ്യാപികയുടെ പേരിൽ തിരിമറി നടത്തി അദ്ദേഹം ലോൺ എടുത്തു, ആ ലോൺ എടുത്തത് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് ഇത് ചെയ്തു എന്ന സംഘി പ്രചരണം, ഏത് സവർണനായിട്ടുള്ള അല്ലെങ്കിൽ നമ്പ്യാരും റാം എന്നുള്ള മുന്നോക്കക്കാരനായിട്ടുള്ള ഈ നാട്ടിലെ നായർ മുതൽ നായാടി വരെയുള്ള ആ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ക്ലീൻ ഇമേജ് ഉണ്ടാക്കുക, അവർക്ക് പരിക്കേറ്റാൽ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ആ നെറ്റ്വർക്കിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. ഇങ്ങനെ ലോൺ ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. ഒരു അധ്യാപികയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരു അധ്യാപിക അതിൽ ചെയ്തു കൊടുക്കേണ്ട സഹായം? ആ വിളിച്ച അധ്യാപിക പോലും സൗഹൃദത്തിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെ അത് റിസോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഇടപെടുന്നതാണ് ഒരു മികച്ച അധ്യാപിക എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചു നിർത്താൻ വീട്ടുകാരുമായി ആലോചിച്ച് എന്ത് സഹായം എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ ഒരു മികച്ച സ്ഥാപനമോ അവിടുത്തെ അധ്യാപക വൃന്ദമോ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് അങ്ങനെയല്ല. നിതിൻ രാജിന്റെ ഓഡിയോ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നേരെ ജാതി അധിക്ഷേപം നേരിട്ടു എന്നും അമ്മയെയും അച്ഛനെയും ഉൾപ്പെടെ വളരെ മോശമായിട്ട് അധ്യാപകർ അധിക്ഷേപിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓഡിയോയിൽ കേട്ട്. ഇതും പോരാഞ്ഞിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളിൽ ചിലർ പറയുന്ന പരാതികൾ കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ കേൾക്കേണ്ടതുണ്ട്. അധ്യാപക കോലത്തിലിരിക്കുന്ന ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രണ്ട് വിഭാഗക്കാരുണ്ടല്ലോ, അടിയാളൻ ഹിന്ദുവും മേലാളൻ ഹിന്ദുവും. ഈ അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ മേലാളൻ ഹിന്ദുവിനും ആ മേലാളൻ ഹിന്ദുവായിട്ട് ഇരിക്കുന്നവർക്ക് പഠിക്കാൻ വരുന്ന മേഖലയിലെ പിന്നോക്കക്കാരോടുള്ള മാനസികാവസ്ഥ എന്താണെന്ന് അവിടുത്തെ കുട്ടികളുടെ പരാതികൾ കൂടി കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ എന്റെ ജൂനിയേഴ്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫെയിൽ ആക്കാൻ പറ്റും, ആ ഒരു പേടിയിലാണ്. ഇപ്പൊ ഏത് ഇതായിക്കോട്ടെ, മേ ബി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസ് ഒന്നും എനിക്കറിയില്ല. മേ ബി എന്നെ ഫെയിൽ ആക്കാമായിരിക്കാം, അല്ലെങ്കിൽ ആവില്ലായിരിക്കാം. അപ്പൊ കൂടുതൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട്. കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എന്ത് പറഞ്ഞാലും അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പരാതിയിലൊക്കെ പറയുന്നത് അദ്ദേഹം ബോഡി ഷേമിംഗ് ചെയ്യുന്നു, ലീൻ ഫാറ്റി അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു,
പേരൻസ് മീറ്റിങ്ങിന് വന്ന സമയത്ത് പേരൻസിനെ റൂമിൽ വെച്ചിട്ട് തന്നെ വളരെ മോശമായ രീതിയിൽ ആ കുട്ടീനെ പറ്റി പറയുന്നു. ആൻസർ ഷീറ്റ് ഒക്കെ വലിച്ചെറിയുന്നു. നീ വൈവ കംപ്ലീറ്റ് ആക്കില്ല, നീ ഇന്റേണൽ എക്സാം പാസ്സാവില്ല, ആ ഒരു രീതിയിലൊക്കെ അവർ സംസാരിച്ച് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വൈവ ഒക്കെ തീർത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ വൈവ പൊട്ടിക്കാം, വൈവ തരാതെ എക്സാം എഴുതിപ്പിക്കാതിരിക്കാം. അതേപോലെ തന്നെ ഇന്റേണൽ തിയറി പാസ്സായ കൂടി പ്രാക്ടിക്കൽ നമ്മളെ ഫെയിൽ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കോളേജിൽ ഉണ്ട്. അപ്പൊ പല കുട്ടികളെയും അങ്ങനെ ഫെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ എക്സാം എഴുതിക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ അത് പേടിച്ചിട്ടാണ് ഇതുവരെ ആരും ഒന്നും മിണ്ടാതിരുന്നത്. പിന്നെ റാം സാറിനെതിരെ വേണ്ടിയിട്ട് ആരും സംസാരിച്ചിട്ടില്ല, എല്ലാവരും എതിരെയാണ് സംസാരിച്ചത്. അതിനർത്ഥം തന്നെ പുള്ളി പിന്നെ കുട്ടീനെ വിളിക്കുന്ന നേരം നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ വേറെ ക്ലാസ്സിലാണ്. പക്ഷെ അത് സത്യമാകാം എന്ന് തോന്നാൻ കാരണം നമ്മളെയൊക്കെ അത് വിളിച്ചിട്ടുണ്ട്. അബ്യൂസ് മാത്രമല്ല തോന്നുന്നു, ഫിസിക്കലായിട്ട് ആള് തലയിൽ അടിക്കുക, ഷൂട്ട് ചെയ്യുക, ചെവിയിൽ പിടിക്കുക, ബോയ്സിനെ വിട്ട് ഗേൾസിനെ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളെ വിട്ട് പെൺകുട്ടികളെ അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അതായത് പുള്ളിക്കെതിരെ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നു, ഗേൾസ് അബ്യൂസ് ചെയ്യുന്നു, ഇതിൽ ഫിസിക്കലി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കംപ്ലൈന്റിന്റെ ശേഷമാണ് ബോയ്സിനെ വെച്ചിട്ട് ഗേൾസിനെ അടുപ്പിക്കും. ഇപ്പൊ ചെറുതായിട്ട് അടിക്കുമ്പോഴത്തേന് വേദനിച്ചില്ല, അത് പോരാ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിൽ അടിക്കുക എന്നുള്ളത് അങ്ങനെ പറയുന്നു. കേട്ടല്ലോ. അപ്പോ മഹാത്മാക്കളൊന്നും അല്ല ഈ പറയുന്ന അധ്യാപകർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അധ്യാപകരെയൊക്കെ വന്ദിച്ചോളണമെന്നാണ് സംഘപരിവാർ ഉണ്ടാക്കിയ മാതാപിതാ ഗുരു ദൈവം. കാര്യം ഇതെല്ലാം ഏറ്റവും മോശം പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും അവരെയൊക്കെ വന്ദിച്ചോളണം. അവരെ മുന്നിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ അവർ എന്ത് ചെയ്താലും അതിനെ തിരികെ ചോദ്യം ചെയ്യാതെ അടിമയെപ്പോലെ നിൽക്കുന്നവനാണ് മാതൃകാ വിദ്യാർത്ഥി എന്നാണ് ഈ സംഗീസിന്റെ ഒരു പ്രത്യേകതരം സ്റ്റഡി ക്ലാസ്. അതിലൂടെ പ്രതികരണശേഷി ഇല്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഈ ഗുരു ചിട്ടയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നിതിൻ രാജ് ചില കാര്യങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിക്കുക ചെയ്തത്. ആ പ്രതികരിക്കുക കൂടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്കും മാനസികമായി താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ നാടിനത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട്. അതുകൊണ്ട് സംഗീത നമ്പ്യാരെയും റാമിനെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നെറ്റ്വർക്കിന്റെ സ്വാധീനത്തിൽ പുതിയൊരു ലോൺ ആപ്പ് കഥയുമായിട്ട് വന്നിട്ട് വെള്ളപൂശി കൊണ്ടുപോകാമെന്ന് ആരും കരുതണ്ട. ഇത്തരം നികൃഷ്ട ജീവികളായിട്ടുള്ള സവർണ ഹിന്ദുക്കൾ സമസ്ത മേഖലയിലുമുണ്ട്. അവരുടെ മുഖം മൂടി ഈ ഒരൊറ്റ സന്ദർഭത്തിനോടുകൂടി വലിച്ചു കീറേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇത്തരം ആൾക്കാർ കാട്ടുന്ന ജാതി വിവേചനം അവസാനിപ്പിക്കാൻ നിതിൻ രാജിന്റെ ഈ കൊടും കൊലപാതകം ഒരു തുടക്കമാകേണ്ടതുണ്ട് എന്ന് വളരെ ശക്തമായി പറയേണ്ടതുണ്ട്. അതിന് സംഘി ഉദ്യോഗസ്ഥ നെറ്റ്വർക്കുകൾ അഥവാ സവർണ ഹിന്ദുക്കളുടെ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്ന കഥകൾ, അതിൽ മാധ്യമങ്ങളും ഉൾപ്പെടും, അതിൽ പോലീസും ഉൾപ്പെടും, അതിൽ അധ്യാപകരും ഉൾപ്പെടും, അതിൽ നീതിപീഠവും ഉൾപ്പെടും. അങ്ങനെയുള്ള ആ നെറ്റ്വർക്കുകൾക്കകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന കഥകൾ തൽക്കാലം വിശ്വസിക്കാൻ സൗകര്യമില്ല തന്നെ.